ഹലോ, ഇന്നിപ്പോൾ സൺഡേ ലഞ്ച് പ്രിപ്പറേഷനാണ്. ആക്ച്വലി ഇന്നിപ്പോൾ വീട്ടിൽ അത്യാവശ്യത്തിലധികം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിജുവിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് പുറത്ത് നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം, ബിരിയാണി എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജു പറഞ്ഞു, ഈ ഒരാഴ്ച ഫുള്ള് നമ്മൾ ചിക്കനും മീനും ഒക്കെ ആയിരുന്നില്ലേ, നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ചോറും കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ക്ലീനിങ് എല്ലാം ചെയ്തോളാം, നീ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്തോളാം പറഞ്ഞു. പക്ഷേ കുക്ക് ചെയ്യാനാണെങ്കിലും പച്ചക്കറികളെല്ലാം തീർന്നു. പുറത്തു പോയി വാങ്ങാമെന്ന് പറഞ്ഞാൽ മടിയാണ്, എനിക്കും മടിയാണ് അവനും മടിയാണ്. നട്ടുച്ച സമയം ഇവിടെ ചെന്നൈയിൽ ഉച്ചയ്ക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സാഹസം വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ട ഇരിപ്പുണ്ട്, അത്യാവശ്യത്തിന് വേണ്ട സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ ബിജുവിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ, നല്ലൊരു ഓപ്ഷനല്ലേ. അപ്പോൾ ബിജു പറഞ്ഞു ഓക്കെ, മുട്ട ബിരിയാണിയെങ്കിൽ മുട്ട ബിരിയാണി. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബിരിയാണി ഞാനങ്ങ് യൂട്യൂബിൽ നിന്ന് അങ്ങ് ചീന്തി അങ്ങ് എടുത്തു. അങ്ങനെ ആ മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബിജുവിനെ ഹെൽപ്പ് ചെയ്തു, അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ പണി നടക്കത്തില്ല, അവനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല. അങ്ങനെ അതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചു, കുളിച്ച് വന്നിട്ട് ദമ്മ് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വിളമ്പി. ദമ്മിടുന്ന സമയത്ത് കുറച്ചൊന്ന് അടിയിൽ പിടിച്ചോന്നൊരു സംശയമുണ്ട്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ കൊണ്ട് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കണി വെച്ചു. രാജാവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം, ഫസ്റ്റ് അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടേസ്റ്റിംഗ് സെക്ഷനാണ്. അങ്ങനെ ഞാൻ പുള്ളിക്കാരന് വാരി കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. സംഭവം കുഴപ്പമില്ല, കഴിക്കാം, വലിയൊരു വാവൊന്നുമില്ല, ഒരു 10-7 മാർക്ക്